ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണേണ്ടത് ഗവൺമെൻറ് ബഡ്ജറ്റിനെ കുറിച്ചാണ്. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിന് കമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. അപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റിന് 2 പാർട്ടുകളാണുള്ളത്. ആ 2 പാർട്ടുകളും അതിൻ്റെ സബ് പാർട്ടുകളുമാണ് കാണാൻ പോകുന്നത്. നോക്കാം. ഗവൺമെൻറ് ബഡ്ജറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ദേ ആർ റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഗവൺമെൻറ് ബഡ്ജറ്റിന് 2 ഭാഗങ്ങളാണുള്ളത്. അത് ഒന്നാമത്തേത് റവന്യൂ ബഡ്ജറ്റ് എന്നും രണ്ടാമത്തേത് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നുമാണ്. ആദ്യമേ തന്നെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇൻകമിങ്സ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ റവന്യൂ അസറ്റായിട്ട് വരും, എന്താണോ ഇൻകമിങ് ആയിട്ട് വരുന്നത് അതിനെയാണ് റവന്യൂ ബഡ്ജറ്റ്. ഇനി ഈ 2 എണ്ണത്തിലും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. റവന്യൂ മീൻസ് ഇൻകമിങ്സ് ആണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ റവന്യൂ ബഡ്ജറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ ബഡ്ജറ്റിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഒന്നാമത്തേത് റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് എന്താണോ റവന്യൂ ആയിട്ട് വരുന്നത്, ആ റവന്യൂ ആയി വന്നതിൽ നിന്നും എന്താണോ ചെലവ് ചെയ്യുന്നത് അതിനെയാണ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്, ഗവൺമെൻറ്റിലെ ഖജനാവിലേക്ക് ട്രഷറിയിലേക്ക് വരുന്നതാണ് റവന്യൂ റെസിപ്റ്റ്. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചെലവുകൾക്കായിട്ട്, അതായത് റവന്യൂവിൻ്റെ ചെലവുകൾക്കായിട്ട് ഇതിൽ നിന്നാൽ റവന്യൂ വരുന്നതിൽ നിന്നും എന്താണോ ചിലവാക്കുന്നത് അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ എക്സ്പെൻഡിച്ചർ ഇനത്തിൽ എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് റവന്യൂ വരുന്നതെന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻ്റ് റവന്യൂ റെസിപ്റ്റ്സ് ആർ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ്. അതായത് റവന്യൂ റെസിപ്റ്റ്സ് 2 എണ്ണമാണ് ഉള്ളത്, ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും. ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, വിവിധ തരത്തിലുള്ള ടാക്സ്. ദർ ആർ 2 types ഓഫ് ടാക്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇപ്പോൾ നമ്മൾ GST ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ടാക്സുകളുടെ ഇനത്തിൽ, അതായത് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, അങ്ങനെ പലതരത്തിലും GST, ഇങ്ങനെ പല വിധത്തിലുള്ള ടാക്സുകൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഗവൺമെൻറ് ട്രഷറിയിലേക്ക് വരുന്ന എല്ലാ ഇൻകമിങ്സിനെയുമാണ് എന്തായിട്ട് വരുന്നത്, റവന്യൂ റെസിപ്റ്റ് ആയിട്ട് വരുന്നത്, ടാക്സ് റവന്യൂ ആയിട്ട് വരുന്നത്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പലതരത്തിലുള്ള ഫീസുകൾ, ഫൈനുകൾ, പെനാൽറ്റികൾ ഇതൊക്കെ ചുമത്താറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന എമൗണ്ടിനെയാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ ജസ്റ്റ് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ടേബിളാണ്, ഈ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലുണ്ടായാൽ മതി. ഇതാണ് കമ്പോണൻസ് വരുമ്പോൾ എഴുതാനും വരയ്ക്കാനും. ഇത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നത് എളുപ്പമാണല്ലോ, എക്സാമ്പിളും കൊടുത്തങ്ങ് എഴുതിയാൽ മതി. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ അതായത് എങ്ങനെയാണ് ചിലവഴിക്കുന്നത്, വന്ന റവന്യൂ എങ്ങനെയാണ് ചിലവിടുന്നത്. അപ്പോൾ ചിലവിടുന്നത് 2 തരത്തിലാണ്. ഒന്ന് മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടും അല്ലാതെയും, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചിലവുകളെയാണ് നോൺ പ്ലാൻ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഓഫ് 2 types. 2 തരത്തിലാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നത്. ഒന്ന് പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് തയ്യാറാക്കും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഗവൺമെൻറ് തലത്തിൽ എന്താണ്, മുന്നേ ആണെങ്കിൽ 5 year പ്ലാനാണ്, ഇപ്പോൾ നീതി ആയോഗ് വഴിയുള്ള പ്ലാനിങ്ങിൽ എന്താണ്, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള നമ്മൾ പഞ്ചായത്ത് തലം മുതൽ ഡിസ്ട്രിക്റ്റ്, സെൻട്രൽ പ്ലാനിംഗ് ബോർഡുണ്ട്, ഇതിലൊക്കെ ഈ വിവിധ തരത്തിലുള്ള ആസൂത്രണത്തിലൂടെ നടത്തുന്ന ചിലവുകൾ അല്ലെ, ആ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന ചിലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിലെ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തെങ്കിലും പെട്ടെന്ന് ഇപ്പം നമ്മൾ ബാധയൊക്കെ ഉണ്ടാവും അല്ലേ, ഇപ്പം പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗവൺമെൻറ്റിന് ചിലവിടേണ്ടതുവരായിട്ട്, അപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കി ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ദുരിതാശ്വാസത്തിനൊക്കെ ആയിട്ട് ഗവൺമെൻറ് പെട്ടെന്ന് ഒരു പ്ലാനും ഇല്ലാതെ ചിലവഴിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ തുകയാണ് എന്തായിട്ട് വരുന്നത്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ടെണ്ണമാണ്, പ്ലാൻ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും. അതേപോലെ ഇനി നെക്സ്റ്റ് കമ്പോണൻ്റ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിനെയും റവന്യൂവിലേതുപോലെ തന്നെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ക്യാപിറ്റൽ ഫോമിൽ ഗവൺമെൻറ്റിലേക്ക് വരുന്നത്, ഏതൊക്കെ തരത്തിലാണ് വരുന്നത് ക്യാപിറ്റലായിട്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതാണ് ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് കണക്കാക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ബോറോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോൺ എടുക്കുന്നതൊക്കെ കടമാണ് അല്ലേ, അത് ഇൻറ്റേർണൽ ആയിട്ടുള്ളതാണെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ളതും അതിൽ തന്നെയാണ് വരുന്നത്. രണ്ടാമത്തേത് ലോൺ റിക്കവറി എന്ന് പറയുന്നത് എന്താണ്, പലതരത്തിലുള്ള മുൻകൂട്ടി കൊടുത്തിരിക്കുന്ന ലോണുകളെ തിരിച്ചു പിടിക്കുന്നതാണ് ലോൺ റിക്കവറിയിലൂടെ കിട്ടുന്ന എമൗണ്ട്. മൂന്നാമത്തേത് സ്മോൾ സേവിങ്സ്, ഇപ്പം NPS അതേപോലെയുള്ള പലതരത്തിലുള്ള സേവിങ് രീതികളുണ്ട്. അപ്പോൾ ആ ഒരു സ്മോൾ സേവിങ്സ്. അതേപോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകളിൽ നിന്നുള്ള ഷെയറുകൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുന്ന, അല്ലെ അത് വിറ്റ് തീർക്കുന്നതിനെ, അല്ലെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബോറോയിങ്, ലോൺ റിക്കവറി, സ്മോൾ സേവിങ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് രണ്ട് പാർട്ടുകളാണുള്ളത്, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണത്. അപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ നേരത്തെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കണ്ടതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റലിൻ്റെ നിക്ഷേപങ്ങൾ നടത്തേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ഗവൺമെൻറ്റിന് നിക്ഷേപങ്ങൾ നടത്തേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നടത്തുന്നതിനാണ് പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം അങ്ങനെയല്ലാതെ പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നത്, പ്ലാനുകൾ മുൻകൂട്ടി തയ്യാറാക്കാത്തത് അനുസരിച്ച് ചെയ്യേണ്ടത് എന്നാണ് നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ നമ്മൾ കമ്പോണൻസ് ആണ് കണ്ടത്. ബഡ്ജറ്റിന് മെയിൻലി 2 കമ്പോണൻറ്റ്, ബഡ്ജറ്റ് ഡിവൈഡഡ് മെയിൻലി ഇൻറ്റു 2, റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റ് ഫർദർ divided into revenue receipt and revenue expenditure, which is further classified under 4 heads. That is for revenue receipts, tax revenue and non-tax revenue, and revenue expenditure is composed of planned revenue expenditure and non-planned revenue expenditure. The capital budget has 2 parts. They are capital receipts and capital expenditure. The capital receipts is the total of borrowing, loan recovery, small savings and disinvestment, while capital expenditure is divided into 2, planned capital expenditure and non-planned capital expenditure. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഈ ഫ്ലോ ചാർട്ട് ഇതേപോലെ വരച്ച് തന്നെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഓർമ്മയിലിരിക്കാൻ, എക്സാമിന് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് വരയ്ക്കുക, അല്ലെങ്കിൽ മറന്നു പോവാതെ വരയ്ക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും. ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 6 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ 5 മാർക്ക് കിട്ടും, പിന്നെ ഒരു മാർക്ക് എക്സ്പ്ലനേഷന് കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.